ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അകാലം നരയൊക്കെ മാറ്റി മുടി നന്നായി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ കിച്ചണിലെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുൻപായിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഷാമ്പു ഇട്ടൊരു എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേ ദിവസമേ ഒരു അര കപ്പോളം വെള്ളത്തിനകത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുപയറും 2 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടിയിട്ട് നമ്മൾ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനും ഈ ഒരു മുടി എത്ര വളരാത്ത ഒരു സ്കാൽപ്പാണെങ്കിലും ആ സ്കാൽപ്പിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് കിളിപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ലൊരു മുടി നന്നായിട്ട് ഷാമ്പു ഇട്ട ഒരു എഫക്റ്റ് കിട്ടാനും നമ്മുടെ തലയിലുണ്ടാകുന്ന താരനും അഴുക്കും ഒക്കെ നന്നായിട്ട് കഴുകിക്കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെറുപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി തലേദിവസമേ ഒന്ന് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, തലേദിവസത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് കുതിർത്ത് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്തല്ല കുതിർത്ത് വെച്ചിട്ടുള്ളത്, വെള്ളത്തിനകത്താണ്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ആ ഒരു ചെറുപയറും അതുപോലെ ഉലുവയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു അരമുറി പഴത്തിൻ്റെ അരമുറി ഭാഗം നമ്മൾ ഇതിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പഴമെന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനും മുടിക്ക് നല്ല തിളക്കം കൊടുക്കാനും മുടി നല്ല രീതിയിൽ വിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം തൈരാണ്. തൈരെന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹെയറിലെ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും അകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് ഈ ഒരു ഉലുവയും ചെറുപയറും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മാക്സിമം ഇത്ര തന്നെ അരഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തു. എന്നിട്ട് ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. നമ്മുടെ ഉലുവയും ചെറുപയറൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നിന്ന് അത് വാഷ് ചെയ്ത് കളയാനും പാടായിരിക്കും. നമുക്കത് ആ ഒരു പൊടിയൊക്കെ പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ കാച്ചിയ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഓയിലാണ്. നമ്മുടെ കിച്ചണിലെ 1-2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലും കൂടി ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓയിൽ ചേർത്ത്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലോ ഹെയറിലോ ഒക്കെ ഓയിൽ ഇട്ടതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കുക. ഉലുവ ഹെയർ പാക്ക് ആയതുകൊണ്ട് തന്നെ ഒരല്പം നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും. അതുകൊണ്ട് എപ്പോഴും ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിരുന്നു. ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ. നല്ല രീതിക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളയാം. ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് മിക്സ്
മിക്സ് ചെയ്തിട്ടുണ്ട്. ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്ക് എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരനൊക്കെ മാറ്റാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി സ്പ്ലിറ്റൻസൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും മുടിക്കായൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ അകാലം നരയൊക്കെ വരാതിരിക്കാനും നമ്മുടെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അകാലം നരയൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ടിപ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി സ്കാൽപ്പിൽ നിന്ന് പുതുതായിട്ട് വളർന്നിറങ്ങാനും അതുപോലെ തന്നെ അകാലം നരയൊന്നും വരാതെ മുടി നന്നായിട്ട് സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ ഡൈ ഒക്കെ വാങ്ങി നരച്ച മുടി അകാലം നരയൊക്കെ മാറാനായിട്ട് ഡൈ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അകാലം നരയൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ വന്നിട്ടുള്ള അകാലം നരയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെയുള്ള ഹെയർ പാക്കുകൾ ടിപ്പുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അടുത്തൊരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പാക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹെയറിന് അത് അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പെട്ടെന്ന് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ മാക്സിമം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാക്കിന് ഒരല്പം തണുപ്പ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് തണുപ്പൊക്കെ ഉള്ളവർ അതുപോലെ കോൾഡ് തൈറോയിഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് തേച്ച് കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടി എല്ലാം കൂടി മുകളിലോട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റി കയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചിലർക്ക് ആ നെറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് മുടി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പാക്ക് അതുപോലെ തന്നെ ഓയിലൊക്കെ ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പുതിയതായിട്ടുള്ള മുടി ഇഴകളൊക്കെ വളർന്നു വരുന്നതായിട്ട് കാണും. അപ്പോൾ ഒറ്റ സ്റ്റെപ്പ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ റിസൾട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ പാക്കാണ്. എന്നിട്ട് ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 ദിവസം അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുടിയിഴകളൊക്കെ വളർന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടൊന്നും മറന്നു പോകാത്ത കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും വിട്ടുപോകരുത്. വീണ്ടും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം മുളപ്പിച്ചിട്ട് ഒരു ഹെയർ പാക്ക് ഇടാനായിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെ കരിഞ്ചീരകം മുളപ്പിച്ചെടുത്തിട്ട് ഹെയർ പാക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ കരിഞ്ചീരകം മുളപ്പിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇതുപോലത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒരുപാട് ഹെയർ കെയർ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.